ദൈവമാകാൻ ആഗ്രഹിച്ച പാമ്പ്. നമ്മുടെ നാട്ടിലെ കാടിനുള്ളിൽ കേൽ എന്ന പേരുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. മറ്റു പാമ്പുകളെ പോലെ തവള പിടിക്കലിലും എലി പിടിക്കലിലും അതിനൊട്ടും താല്പര്യമില്ല. എന്താ ഈ ജീവിതം, വയറ്റിലിട്ട് ഇഴഞ്ഞ് ഇഴഞ്ഞ് വയറൊക്കെ ചിരണ്ടി പോകും പോലെ തന്നെയല്ലോ എന്ന് അതെല്ലായ്പ്പോഴും പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു ദിവസം പെട്ടെന്നതിന് ഒരു ഐഡിയ വന്നു. നമ്മൾ എന്തുകൊണ്ട് ദൈവമാകരുത്? ഉടനെ ഒരു വലിയ ആൽമരത്തിന്റെ ചുവട്ടിലേക്ക് പോയി കണ്ണടച്ച് ധ്യാനം തുടങ്ങിക്കളഞ്ഞു. അവിടെ കൂടെ വന്നൊരണ്ണാൻ ചോദിച്ചു, കേലേ, നീ എന്താ ചെയ്യുന്നത്? അതിനുത്തരമായി പാമ്പ് പറഞ്ഞു, സംസാരിക്കരുത്, ഞാനിപ്പോൾ ഗോഡ് മോഡിലാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് കാലുകൾ മുളയ്ക്കും, ചിറകുകളും വരും, കാണൂ എന്ന് പറഞ്ഞ് അത് ഓടിപ്പോയി. അതിനുശേഷം കേലിന് മറ്റൊരാശയം വന്നു. ദൈവമാകണമെങ്കിൽ പുതിയ ഗെറ്റപ്പ് വേണം. ഉടനെ ത്വക്ക് ഊരി തുടങ്ങി. പക്ഷേ അതിവേഗത്തിൽ പകുതിയിൽ തന്നെ കുടുങ്ങിപ്പോയി. പഴയ ഒരു നൈറ്റി ധരിച്ചതുപോലെ കാടൊട്ടാകെ ഉരുണ്ടു നടന്നു. ഇത് കണ്ട കുരങ്ങന്മാരെല്ലാം, നോക്കട, പുതിയ ഡിസൈനിലുള്ള ബെഡ്ഷീറ്റ് ഓടുന്നേ എന്ന് കളിയാക്കാൻ തുടങ്ങി. ഒരു ദിവസം രാത്രി ശരിക്കും ഒരു മാജിക് സംഭവിച്ചു. ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം വന്ന് കേലിന്റെ മേൽ വീണു. കേൽ ഞെട്ടിപ്പോയി. വന്നു, പവർ വന്നു എന്ന് വിളിച്ചു. പക്ഷേ സത്യമെന്തെന്നാൽ അത് അടുത്തുള്ള നഗരത്തിൽ നിന്ന് വന്ന ഒരു ഹെലികോപ്റ്ററിന്റെ സെർച്ച് ലൈറ്റ് ആയിരുന്നു. എന്നാലും കേൽ വിട്ടില്ല. കണ്ണടച്ച് ഭയങ്കരമായി കോൺസെൻട്രേറ്റ് ചെയ്തു. അപ്പോൾ, എനിക്ക് ചിറകുകൾ മുളച്ചതുപോലെ തോന്നുന്നു, ഞാൻ പറക്കുന്നു, ഞാൻ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞ് ചാടി. പാവം, അത് ചിറകുകളല്ല, അതിന്റെ മേൽ വീണത് 2 വലിയ തെങ്ങിനോലകളായിരുന്നു. ഇപ്പോൾ നമ്മുടെ കേൽ കാട്ടിനുള്ളിൽ നടക്കുന്നത് എങ്ങനെയാണെന്നാൽ, ആ 2 തെങ്ങിനോലകളും ശരീരത്തിൽ കെട്ടിയിട്ട് ഞാൻ ഗരുഡൻ ലെവലിലുള്ള വലിയ ആളാണ് എന്ന് ബിൽഡപ്പ് കൊടുത്തുകൊണ്ടാണ്. മൃഗങ്ങളെല്ലാം പറഞ്ഞു, ശരി വിടൂ, ഏതോ ഒരു പാമ്പ് സന്തോഷത്തിലാണ്, നമുക്കെന്തിനതിനെ ബുദ്ധിമുട്ടിക്കണം എന്ന് പറഞ്ഞ് വിട്ടു. ഇപ്പോൾ കേൽ ചെയ്യുന്നതെന്തെന്നാൽ, ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് വരുന്നും പോകുന്നും ചെയ്യുന്ന എലികളോടെല്ലാം നിനക്കെന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു. അവയെല്ലാം 1 കിലോ ചീസ് വേണം ദൈവമേ എന്നു പറഞ്ഞ് ഓടിപ്പോകുന്നു.